ഈ അതിജീവിതയ്ക്ക് പൂർണ്ണമായി ഒരു നീതി കിട്ടിയില്ല എന്നതാണോ കോൺഗ്രസ് പറയുന്നത്, അതോ ആ, ദിലീപിന് നീതി കിട്ടി എന്നാണോ? കാരണം അടൂർ പ്രകാശിന്റെ സ്റ്റേറ്റ്മെന്റ് വലിയ സംശയങ്ങൾക്കിട നൽകി, താങ്കൾക്കറിയാമല്ലോ. പിന്നീട് അദ്ദേഹം അത് തിരുത്തി, മാധ്യമങ്ങളുടെ മേൽ അദ്ദേഹം കുറ്റം ചാരി, അതൊക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മലക്കം അറിയുകയായിരുന്നു. KPCC ഇടപെട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ അഭിപ്രായം ദിലീപിന് നീതി കിട്ടി എന്നാണ്. അല്ല, ഇപ്പം അങ്ങ് പറഞ്ഞതിൽ നിന്ന് തന്നെ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്നുള്ളത് അങ്ങ് തന്നെ വ്യക്തമാക്കിയല്ലോ. കാരണം അടൂർ പ്രകാശ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയെങ്കിൽ കോൺഗ്രസ് ഇടപെട്ട് അത് തിരുത്തി എന്നുള്ളത് അങ്ങ് തന്നെ പറഞ്ഞപ്പോൾ പാർട്ടിയുടെ നിലപാട് എന്താണെന്നുള്ളത് അങ്ങ് തന്നെ അംഗീകരിക്കല്ലേ. ഏതെങ്കിലും വ്യക്തിപരമായിട്ട് പറയുന്ന ഒരു അഭിപ്രായം അതിനകത്ത് അത് അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അത് തീർച്ചയായിട്ടും ആ ഒരു സ്ഥാനത്തിരുന്ന് പറയുന്നതിൽ അപാകത ഉണ്ട് എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും രോഷത്തോട് പ്രതികരിച്ചു. അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ടാവാം, അദ്ദേഹം അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം അതിനകത്ത് തിരുത്തി. ചില കാര്യങ്ങളുണ്ടായിരുന്ന കൺഫ്യൂഷൻ അദ്ദേഹം അതിനകത്ത് വളച്ചൊടിക്കപ്പെട്ടു എന്ന് ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ശ്രീ രാജു പിന്നാർ, ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിന് സുവ്യക്തമായ ഒരു നിലപാടുണ്ടെന്നും അതുകൊണ്ട് അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കും വരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നതാണ് ഇന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പൊസിഷനെ പ്രതിപക്ഷം അംഗീകരിക്കുകയാണല്ലേ? അല്ല, അതിലെ പൊള്ളത്തരത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പായിട്ട് നമുക്ക് അതിജീവിതയ്ക്ക് അവർ അർഹിക്കുന്ന നീതി ലഭിക്കുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാം പൊതു ലക്ഷ്യമെങ്കിൽ അവിടെ നമ്മൾ എടുത്തുയർത്തേണ്ടത് ഈ വിഷയം ഉണ്ടായപ്പോൾ മുതൽ PT തോമസ് എടുത്ത നിലപാട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമാ തോമസിൻ്റെ ഇപ്പോഴത്തെ നിലപാട്, VM സുധീരൻ KPCC പ്രസിഡന്റായിട്ടിരിക്കുമ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്, കോൺഗ്രസ് പാർട്ടി മുഴുവനായിട്ട് എടുത്തിരിക്കുന്ന നിലപാട്, അതാണ് സത്യം പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുകയാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ അത് ചെയ്യേണ്ടത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകുന്നത് നല്ലതല്ല. പക്ഷെ ഇവിടെ ശ്രീമതി ചിന്താ ജെറോം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയട്ടെ, ആരാണ് അതിജീവിതയെ രാഷ്ട്രീയ ദുഷ്ടലാക്കെന്ന് പറഞ്ഞത്? അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ അതിജീവിതയുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് എന്ന് പറഞ്ഞത് ആരൊക്കെയായിരുന്നു അറിയാമോ? EP ജയരാജനും കോടിയേരി ബാലകൃഷ്ണനും ഉൾപ്പെടെയുള്ളവരാണ്. നമ്മുടെ ആന്റണി രാജുവും ഉണ്ടായിരുന്നു. ഈ അന്നത്തെ പിണറായി വിജയൻ മന്ത്രിസഭയിലെ 3 മന്ത്രിമാർ അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള 3 പേർ, പാർട്ടി സെക്രട്ടറിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ ആന്റണി രാജു മന്ത്രിയായിരുന്നു, EP ജയരാജൻ. ഈ 3 പേരാണ് അതിജീവിത ഹൈക്കോടതിയിൽ പോയപ്പോൾ അത് രാഷ്ട്രീയ ദുഷ്ടലാക്കാണെന്ന് പറഞ്ഞത്. ഓർമ്മയില്ലേ ഗോപികൃഷ്ണൻ? ഞാൻ വേണമെങ്കിൽ അതിൻ്റെ വാർത്തകളുടെ ഡീറ്റെയിൽസ് അയച്ചുതരാം. ഗോപികൃഷ്ണൻ ഒന്ന് ടെലികാസ്റ്റ് ചെയ്യൂ ഇല്ലേ? അപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ അതിജീവിത പറഞ്ഞ എന്താ? ഒരു LDF നേതാവ് ഈ അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇടപെടുന്നു, ദിലീപുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടുന്നു എന്ന് ഈ മുഖ്യമന്ത്രിയോട് പറഞ്ഞത് അതിജീവിതല്ലേ? ഓർമ്മയില്ലേ ഗോപികൃഷ്ണന്? അതിനുശേഷമാണ് പറയുന്നത് അദ്ദേഹം എന്നോട് കുറേ ഉറപ്പുകൾ തന്നിട്ട് ആ ഉറപ്പ് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്, അതിജീവിത പറഞ്ഞത്. ഇപ്പോൾ കേസ് നടന്നു, കേസിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഇത് ചെയ്തവർ പിടിയിലായി, നല്ല കാര്യം. പക്ഷെ അതുകൊണ്ട് നീതിപൂർവമാണോ? ഇല്ല. എന്തിനാണ് തീരെ അപ്രസക്തരായിട്ടുള്ള ഡ്രൈവർ ജോലി ചെയ്തിരുന്ന ആൾക്കാർ ഇത്രമാത്രം വലിയ പണം മുടക്കി ഇത്രയും സംനാഹത്തോടു കൂടി ഒരു ടെമ്പോ ട്രാവലർ വാടകയ്ക്കെടുത്ത് കൊച്ചിയിൽ പൊതുനിരത്തിലൂടെ പോകുമ്പോൾ ഇത് ചെയ്തത്? അതിൻ്റെ ഗൂഢാലോചനയുണ്ട് എന്ന് നമുക്ക് ആർക്കും, ഒരു കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്നതാണല്ലോ. ആ ഗൂഢാലോചന സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് പരാജയപ്പെട്ടു എന്നിടത്തല്ലേ ഇന്ന് നമ്മൾ നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ള വാദം ഉയർത്തേണ്ടി വരുന്നത്? അതല്ലാതെ ഏതെങ്കിലും ഈ തോക്ക് പിടിച്ചിട്ട് വെടിവെച്ചവനെ കുറ്റമുക്തനാക്കുന്ന രീതിക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? എന്തായിരുന്നു ഇതിനകത്തുള്ള ഗൂഢാലോചന? ഈ പറയുന്ന പൾസർ സുനിയോ അല്ലെങ്കിൽ ഈ പറയുന്ന 6 പ്രതികൾ അവർ നേരിട്ട് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരാണ്. അവരിത് ചെയ്തതിൻ്റെ പിറവിലുള്ള മോട്ടിവേഷൻ എന്താണ്? അവരുടെ മോട്ടീവ് എന്തായിരുന്നു? അവർക്ക് പണം ലഭിച്ചത് എവിടെ നിന്ന് ഉൾപ്പെടെയുള്ള വിഷയങ്ങളല്ലേ നമ്മൾ ഇതിനകത്ത് ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് നമ്മൾ സ്ഥാപിക്കുന്നത്. അല്ലാണ്ട് പൾസർ സുനി പോയപ്പോൾ ഈ അതിജീവിത കണ്ട് എവിടെയോ വെച്ച് റേപ്പ് ചെയ്തതല്ലല്ലോ. പകരം വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നമ്മുടെ അന്വേഷണത്തിൻ്റെ സമയത്തും ഇപ്പോഴും പുറത്തു വരുന്ന വിവരങ്ങൾ ഇതിനു മുമ്പ് ഗോവയിൽ വെച്ചും ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ത്രീയെ പിന്തുടർന്ന് ഇത്തരത്തിൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയിൽപ്പെട്ട ഒരാളെ പോലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയാത്തത് പ്രോസിക്യൂഷൻ്റെ പരിപൂർണ പരാജയമല്ലേ? അവിടെയാണ് അതിജീവിതയെ മുഖ്യമന്ത്രിയെ കണ്ടു പറഞ്ഞ LDFന്റെ നേതാവ് ഉൾപ്പെടെ ദിലീപുമായിട്ട് ഗൂഢാലോചന നടത്തിക്കൊണ്ട് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞതും ഈ ഏറ്റവും മുതിർന്ന 3 നേതാക്കന്മാർ അതിജീവിതയ്ക്ക് രാഷ്ട്രീയ ദുഷ്ടലാക്കുണ്ടെന്ന് പറഞ്ഞതിൻ്റെയും രാഷ്ട്രീയം അവിടെ കിടക്കുന്നത്. ഞാൻ കോടതിയുടെ നിഷ്പക്ഷതയിലേക്ക് ഞാൻ പോകുന്നില്ല, അതിനെ സംബന്ധിച്ച് ചോദ്യങ്ങളുണ്ട്. അവരുടെ ഭർത്താവ് ഉൾപ്പെടെ അവരുടെ രാഷ്ട്രീയത്തുൾപ്പെടെ ഒട്ടേറെ ചോദ്യങ്ങൾ അവിടെ നിൽപ്പുണ്ട്. ഒരുപക്ഷെ
ഇത് തിരിച്ച അതെ, നമുക്ക് ഇപ്പൊ അതിനകത്ത് താങ്കൾക്കറിയാമല്ലോ, ഒരു നിയമ സംവിധാനത്തിനകത്ത് കോടതി വിധിയെ വിമർശന വിധേയമാക്കാമെങ്കിലും നമുക്ക് ബാക്കി അതിലെ പരിമിതികളും അതിന്റെ നിയമങ്ങളും ചട്ടക്കൂടുകളും ഒക്കെ അറിയാവുന്ന ആളാണല്ലോ ശ്രീ രാജു പി നായർ താങ്കൾ. അപ്പോൾ താങ്കൾ അത്തരം കരുതലോടുകൂടി ആയിരിക്കും ഈ കാര്യങ്ങളിൽ പ്രതികരണം നടത്തുക എന്ന് ഞാൻ പറഞ്ഞത്. ആ ഞാൻ ആ പരിമിതിക്കകത്തു നിന്നുകൊണ്ടാണ് ജഡ്ജിയുടെ പേരെടുത്ത് അവരുടെ ബന്ധങ്ങളെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പറയാതെ പോയത്. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ പോലും അത് കോടതികളുടെ ജഡ്ജ്മെന്റിനെ ആ കാര്യത്തിൽ നമുക്കും ഞങ്ങളുടെയും നിലപാട് തന്നെയാണ്. നിങ്ങൾക്ക് ജഡ്ജ്മെന്റിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാം, ബാക്കി മറ്റു കാര്യങ്ങളിൽ നിയമപരമായ നമ്മുടെ പരിമിതിയും അതല്ലെങ്കിൽ ആ പരിധിയും നമ്മൾ മാനിക്കണം. അത് തന്നെയാണ് എന്റെയും അഭിപ്രായം. താങ്കൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. ഗോപീഷൻ ആ പൊളിറ്റിക്കൽ പ്രൂഡൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അതിനപ്പുറത്തേക്ക് ഒന്നും കടന്നിട്ടില്ല. അത് പറയാൻ ഉണ്ട്, അന്തരീക്ഷത്തിലെല്ലാം നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അതിലേക്ക് കടന്നിട്ടില്ല. ശരി, അപ്പൊ ഇതിനകത്ത് താങ്കൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഭാഗം ഞാൻ മനസ്സിലാക്കാൻ ശ്രീ രാജു പി നായർ, പ്രോസിക്യൂഷൻ ഈ കാര്യങ്ങളിൽ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കുന്നതിലും വ്യക്തമായ തെളിവുകൾ ശേഖരിച്ച് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിലും പരാജയപ്പെട്ടു എന്നതാണ് ശ്രീ രാജു പി നായർ പറയുന്നത്. മാത്രമല്ല അതിന് പിന്നിൽ ചില രാഷ്ട്രീയ ഇടപെടലും സ്വാധീനം ചെലുത്തലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന സംശയം താങ്കൾ പറയുന്നു. അതായത് അതിജീവിതയ്ക്ക് പൂർണ്ണമായ നീതി ഉറപ്പാക്കുന്നതിന് തടസ്സമായി നിന്നത് പ്രോസിക്യൂഷന്റെ വീഴ്ചയാണ് എന്നാണ്. ഗോപീഷൻ ഈ ട്രയലിന്റെ കാലത്ത് മുഴുവൻ പുറത്തു വന്നിരിക്കുന്ന കഥകളും നമ്മുടെ സിമ്പിൾ ലോജിക്ക് നമ്മൾ വെച്ച് ചിന്തിച്ചാൽ ഇത് കേവലം ഒരു റേപ്പ് അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതിന്റെ പിന്നിൽ വലിയ മോട്ടീവ് ഉണ്ടെന്നൊക്കെ വളരെ കൃത്യമല്ലേ. ആ മോട്ടീവ് ആരാണ് ചെയ്തത് എന്നുള്ള ചോദ്യം നിലനിൽക്കുകയല്ലേ. ആ മോട്ടീവ് എന്തായിരുന്നു എന്നുള്ളതും അതിന് പിന്നിലുണ്ടായിരുന്ന ഗൂഢാലോചനയുടെ പങ്കാളി ആരായിരുന്നു എന്നുള്ളതും പുറത്തു കൊണ്ടുവരാൻ ബാധ്യതയുള്ളത് പ്രോസിക്യൂഷനല്ലേ, പോലീസിലല്ലേ. എത്ര കേസുകൾ ഇതിനിടയ്ക്ക് പോയി. ഈ ഇതിന്റെ ഹാഷ് വാല്യൂ ഉൾപ്പെടെയുള്ള തർക്കങ്ങൾ എവിടെയൊക്കെ പോയി. പണം കൊടുത്തതിനെ സംബന്ധിച്ച് വന്നു, ഈ പ്രതിയുടെ കത്ത് പുറത്തു വന്നു, അങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ നിലനിൽക്കല്ലേ. അപ്പോ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് പോലും മനസ്സിലാവുന്ന കുറെ അധികം ഈ തോക്ക് പിടിച്ച കൈകൾ ഉണ്ടായിരുന്നു. ആ തോക്ക് പിടിച്ച കൈകൾ ഇന്ന് പുറത്താണ്. അത് പ്രോസിക്യൂഷന്റെ സമ്പൂർണ്ണ പരാജയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.